മുംബൈക്കെതിരെ സഞ്ജു സാംസണ് സെഞ്ചുറി 54 പന്തിൽ നിന്നാണ് സഞ്ജു 100-ലെത്തിയത്. സീസണിലെ രണ്ടാം സെഞ്ചുറി സഞ്ജുവിൻ്റേത്. ചെന്നൈക്കെതിരെ മുംബൈക്ക് 208 റൺസ് വിജയലക്ഷ്യം. ഖിലാഫ് അഹമ്മദ് നൽകും വിവരങ്ങൾ. ഖിലാഫ്, അങ്ങനെ ചേട്ടൻ കത്തി കയറുകയാണ്. സീസണിലെ രണ്ടാം സെഞ്ചുറി, വിവരങ്ങൾ എങ്ങനെ? തന്നെ വാങ്കഡയിൽ സഞ്ജു കത്തിക്കേറുകയായിരുന്നു. ചെന്നൈക്ക് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈക്ക് തുടക്കം മുതൽ ഒരു മികച്ച പ്രകടനം തന്നെയാണ് സഞ്ജു നിന്ന് നടത്തിയത്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ആദ്യമൊന്ന് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ സഞ്ജു 26 പന്തിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി തികച്ചത്. IPL നമ്മൾ നോക്കുകയാണെങ്കിൽ 27ാമത്തെ അർദ്ധ സെഞ്ചുറി ആയിരുന്നു ഇന്ന് സഞ്ജു ആദ്യം തികച്ചത്. പിന്നാലെ ഒരു മികച്ച രീതിയിൽ തന്നെയുള്ള ഇന്നിങ്സ്, അതായത് ഒരു അറ്റത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ സഞ്ജു സാംസൺ ഒരു മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് പടുത്തുയർത്തുകയായിരുന്നു. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 54 പന്തിൽ നിന്ന് സഞ്ജു അവസാന പന്തിൽ സിക്സർ അടിച്ചുകൊണ്ടാണ് ഈ ഒരു സീസണിലെ രണ്ടാം സെഞ്ചുറി സഞ്ജു നേടിയത്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു വശത്ത് തകർന്നടിയുന്ന ബാറ്റിംഗ് നിരയ്ക്ക് ഒരു കരുത്തു പകരാൻ സഞ്ജു സാംസനെ പോലെയുള്ള ഒരു ഓപ്പണർ കാണിച്ച മനക്കരുത്തും നമ്മൾ എടുത്തു പറയണം. ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ പ്രകടനം ആദ്യ മത്സരങ്ങളിൽ നിരാശാജനകമായിരുന്നു. പിന്നീട് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഇതിനൊക്കെയുള്ള മറുപടിയാണ് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നിന്നായി താരം നൽകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത് 115 റൺസ് ഗുജറാത്തിനെതിരെ, ഒപ്പം തന്നെ പിന്നീട് 48 റൺസ് കൊൽക്കത്തയ്ക്കെതിരെ. കഴിഞ്ഞ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിൽ ഈ മത്സരത്തിൽ വീണ്ടും ഒരു തകർത്തടിച്ചുകൊണ്ട് ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. അതും കഴിഞ്ഞ സീസൺ, അതായത് 2020 ലോകകപ്പിൽ സഞ്ജുവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ച, അല്ലെങ്കിൽ ഒരു മികച്ച സെഞ്ചുറി നഷ്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ച അതേ വേദിയിൽ തന്നെ, അതേ മൈതാനത്ത് തന്നെ വീണ്ടും ഒരു സെഞ്ചുറിയോടെ തന്നെ IPL ചെന്നൈയെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നു. നമ്മൾ ഈ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ താരം നേടിയത് 154 പന്തിൽ നിന്ന് 101 റൺസാണ്. അതിൽ 6 സിക്സറും 10 ഫോറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിൻ്റെ ഇന്നിങ്സ്. ഒപ്പം തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് താരത്തിൻ്റെ സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറിയാണ്. കൂടാതെ IPL നോക്കുകയാണെങ്കിൽ 5ാമത്തെ സെഞ്ചുറിയും കൂടിയായിരുന്നു. മത്സരത്തിൽ മറ്റു താരങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് 22 റൺസും, സർഫറാസ് ഖാൻ 14 റൺസും, ശിവം ദുബെ 5 റൺസും അടക്കമുള്ള ആണ് എടുത്തത്. ഒപ്പം തന്നെ അവസാന ഓവറുകളിൽ കാർത്തിക് ശർമ്മയും ജാമി ഓവർട്ടനും നടത്തിയ ഒരു പോരാട്ടവും നമ്മൾ എടുത്തു പറയണം. എന്തായാലും ഒരു മികച്ച ടോട്ടൽ തന്നെ മുംബൈക്കെതിരെ വാങ്കഡയിൽ പടുത്തുയർത്തിയിരിക്കുകയാണ് സഞ്ജു സാംസണും സംഘവും. എന്തായാലും 208 റൺസ് എന്ന കുറ്റം വിജയലക്ഷ്യം തന്നെയാണ് മുംബൈക്ക് മുന്നിലുള്ളത്. ഒരു വെല്ലുവിളിയാകുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ടോട്ടൽ തന്നെ പടുത്തുയർത്തുകയാണ് അരുണ്യ. ശരി, ഖിലാഫാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.